നാംദലിയുടെ ചീഫ് അഡ്മിൻ ജോർജ് ഇടുപ്പാറ അവരുകളാണ് ഇന്ന് നക്ഷത്രക്കൂട്ടത്തിലെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനോട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ആ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുവാൻ അദ്ദേഹത്തിന് സാധിക്കും. അത് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. ആ പരീക്ഷണവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കുത്താട്ടുകളൊന്നും നിങ്ങളെ ചോദ്യങ്ങൾ. നമസ്കാരം. ഒരു മുഖാമുഖം പരിപാടി അല്ലെങ്കിലും ഇന്നിവിടെ ഈ യൂത്ത് ലീഗ് കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, സ്നേഹം എന്ന വാക്കാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണമൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഒരു 5 മിനിറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ ഒരു അനുഭവ കഥ ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഡൽഹിയിലാണ് സംഭവം. അത് പലരും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ തന്നെയും മായാപൂരിൽ നടന്ന സംഭവമാണ്. ഒരമ്മയും 3 കുഞ്ഞുങ്ങളുമാണ്. അച്ഛൻ മരിച്ചുപോയി, വിഷത്തൊട്ടാണ് മരിച്ചത്. അപ്പോൾ ഏറ്റവും മൂത്ത കുഞ്ഞിനെ ഈ അമ്മ പഠിപ്പിച്ച് വലുതാക്കി സിസ്റ്റം അനാലിസ്റ്റാക്കി. അതിന് താഴെയുള്ള കുഞ്ഞും മിടുക്കിയ, അവളും പ്രോഗ്രാം അനാലിസ്റ്റായി. നല്ല ശമ്പളമുണ്ട്. 1.25 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ശമ്പളമാണ്. ഏറ്റവും ഇള കുഞ്ഞ് അവൻ 2ാം ക്ലാസ് പഠിക്കുക. 7 വയസ്സേ ഉള്ളൂ. അച്ഛൻ മരിച്ചു. ഈ അമ്മയുടെ ഏക ആഗ്രഹമാണ് ഈ കുഞ്ഞുങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന്. എല്ലാം ആ അമ്മ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. നല്ല രീതിയിൽ ജന്മദിനം ആഘോഷിക്കും. ഒരു ദിവസം അമ്മയുടെ ജന്മദിനം വന്നു. മക്കളെ 3 പേരെയും വിളിച്ചു. മക്കളെ, നിങ്ങളുടെ ജന്മദിനം അമ്മയെ ആഘോഷിക്കുന്നുണ്ട്, എല്ലാവിധ സമ്മാനങ്ങളും നിങ്ങൾക്ക് തരും. അടുത്ത ഞായറാഴ്ച അമ്മയുടെ ജന്മദിനമാണ്. ഏറ്റവും നല്ല സമ്മാനം തരുന്നവർക്ക് അമ്മ അതിൻ്റെ 3 ഇരട്ടിയുള്ള സമ്മാനം അങ്ങോട്ട് മടക്കി തരും. ഈ 3 പേരും കൂടെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. ഏറ്റവും മൂത്ത മോക്ക് 1.5 ലക്ഷം രൂപ ശമ്പളമാണ്. അവക്കറിയാം അമ്മയ്ക്ക് എന്താ ഇഷ്ടമെന്ന്. നല്ല 18 ക്യാരറ്റുള്ള സ്വർണ്ണ കസവ് സാരി അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒരു ശമ്പളം മുഴുവൻ മുടക്കി അവൾ സ്വർണ്ണ കസവ് സാരി എന്നിട്ട് മേടിച്ചു, പാക്ക് ചെയ്തു. ഇളയവള് അമ്മയ്ക്ക് കാസ്ലിംഗ് ആപ്പിള്, അത് കാനഡയിൽ നിന്ന് വരുന്ന ആപ്പിളാണ്, അതിഷ്ടമാണെന്ന് അമ്മയ്ക്കറിയാം. അത് ഒരാഴ്ച മുമ്പ് അത് സെറ്റപ്പാക്കി. അപ്പം ജന്മദിനം വന്നു, എല്ലാ അറേഞ്ച്മെൻറ്റുമായി. മൂത്ത മോൾ എല്ലാവരെയൊക്കെ വിളിച്ചു. മൂത്ത മോള് അമ്മയ്ക്ക് ആ കസവ് സാരി കൊടുക്കുന്ന ആ രംഗം അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. എല്ലാവരും കൈയടിച്ചു, വളരെ സന്തോഷം. ഇളയവള് ആപ്പിൾ പെട്ടി നിറച്ച് അമ്മയ്ക്ക് സമ്മാനം കൊടുത്തു, സന്തോഷം. ഇതെല്ലാം കണ്ട് 7 വയസ്സുകാരൻ 2ാം ക്ലാസ് പഠിക്കുന്നവന് ഒരു പിടിപാടും കിട്ടിയില്ല. അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവനാകെപ്പാടെ വിഷമം. അമ്മയ്ക്ക് എന്ത് കൊടുക്കും? ആ ഇച്ചിരി പൈസയൊക്കെ ചേച്ചിമാർ കൊടുത്തായിരുന്നു. അത് അവൻ ബലൂൺ മേടിച്ചു കെട്ടി തൂക്കി കുറച്ച് പൈസയ്ക്ക് മുട്ടായി മേടിച്ചു തന്നു. പൈസ ഒന്നുമില്ല. പക്ഷെ ആ കുഞ്ഞു മനസ്സിൽ തോന്നി. അവൻ അടുക്കളയിൽ ചെന്നു, ട്രേ എടുത്തു, തുടച്ചു. ആ ട്രേ എടുത്തുകൊണ്ട് വന്ന് അമ്മയുടെ മടിയിലേക്ക് വെച്ചിട്ട് ചാടി കയറി കുറേ ഉമ്മയും കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇതേ തരാനുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കണം, യഥാർത്ഥത്തിൽ ആരായിരിക്കും സമ്മാനം മേടിച്ചുകൊണ്ട് പോയത്? നമ്മുടെ റീത്ത മാഡം എന്ന് പറയണേ. റിയൽ. അപ്പൊ സ്നേഹത്തിന്റെ വില എന്ന് പറയുന്നത് പണത്തിലല്ല. അപ്പൊ സ്നേഹത്തിലൂടെ നമുക്ക് എല്ലാം കാണുവാൻ കഴിയണം. സ്നേഹത്തിലൂടെ എല്ലാം നോക്കി കാണാൻ കഴിയണം. വിശ്വാസവീരൻ പാടിയതുപോലെ നമുക്ക് ഒരുമിച്ച് പാടാം. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. എന്നാൽ ഏറ്റവും കൂടുതൽ സ്നേഹം ഈ അമ്മമാർക്കാണ്. അത് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയാം. പുരുഷന്മാർക്ക് സ്നേഹത്തില് പക്ഷപാതം ഉണ്ട് എന്ന് മറ്റുള്ള സ്നേഹം ലഭിക്കാത്തവര് ചിന്തിക്കില്ലേ? മേഴ്സിറ്റീസിന്റെ ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. സ്നേഹം എന്ന് പറയുന്നത് 2 രീതിയിലുണ്ടല്ലോ. ഒന്ന് വ്യാജ സ്നേഹമുണ്ട്, ഒന്ന് നിർവ്യാജ സ്നേഹമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം അൺകണ്ടീഷണൽ ലവ് ആണ്. ദൈവം നമ്മെ കാണിച്ചു തന്ന ആ അൺകണ്ടീഷണൽ. അതിന് ഒരു നിബന്ധനകളുമില്ല. കുചേലിനെ നോക്ക്, വേറൊരു നോട്ടയില്ല.
രോഗമുള്ളവനെന്നോ രോഗം ഇല്ലാത്തവനോ നോട്ടമില്ല, വിരൂപനെന്നോ ഒന്നും ഒരു നോട്ടമില്ല. നിബന്ധനകളില്ലാത്ത സ്നേഹം, തുറന്ന സ്നേഹം, അതല്ലേ ദൈവസ്നേഹം. ചിലർ സ്നേഹിക്കുന്നേ അവൻ്റെ പണം കണ്ടുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട്, ചിലപ്പോൾ പദവി കണ്ടുകൊണ്ട് നല്ല എന്താ പറയുന്ന സുന്ദരനാണെങ്കിൽ ചാടി സ്നേഹിക്കും. ഇതൊക്കെ പെടുത്തി കളയുന്ന സ്നേഹമാണ്. ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏത് സ്നേഹം ഇഷ്ടം? ഒരാൾക്ക് നല്ല രീതിയിൽ പണമുണ്ട്, പക്ഷേ അത്ര വലിയ സ്നേഹിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ പണമാണോ അതെയോ ആ സ്നേഹത്തിലൂടെയാണുള്ള ജീവിതമാണോ ഇഷ്ടം? എന്താ കുഴപ്പം? പിന്നെ എങ്ങനെ പണം ഉണ്ടാവും? അതെ, പണം ഇല്ലാണ്ട് കാര്യം നടക്കും, അഭിവൃദ്ധി ഉണ്ടാവുമോ? ഈ സ്നേഹം എങ്ങനെയാ ഒന്ന് കൊണ്ടാക്കിയെടുക്കുന്നത്? എങ്ങനെയാ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ എന്തെങ്കിലും? നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ, സ്നേഹത്തിന്റെ നിറകുടങ്ങളാണല്ലോ. ഈ സ്നേഹം ഒന്ന് വർദ്ധിപ്പിക്കാൻ ഒരു തന്ത്രം പറഞ്ഞു തന്നാൽ ഞാൻ അതുകൊണ്ട് പൊക്കോളാം. അനുസരണ. ഇവിടെയാണ് TCI റൂൾ അപ്ലിക്കബിൾ. സ്പീക്ക് പെർ ഐ, സ്പീക്ക് വൺ പേഴ്സൺ അറ്റ് എ ടൈം. ഒരാൾ സംസാരിക്കുമ്പോൾ വേറൊരാൾ സംസാരിക്കും. ആയിക്കോട്ടെ, നിയമം പാലിച്ചുകൊണ്ട് വേണം. ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നത്. നമുക്കൊരു വ്യക്തിയോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ വ്യക്തി പറയുന്നത് എന്തായാലും അനുസരിക്കും. ശരിയാ, റൈറ്റ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സ്നേഹം ഉണ്ടോന്ന് അറിയാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? എന്തെങ്കിലും മാർഗമുണ്ടോ? 2 തരത്തിലുള്ള ആൾക്കാരാണ്. എൻ്റെ അപ്പച്ചന് 2 മക്കളാണ്. മൂത്ത ചേട്ടന് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ പ്രകടിപ്പിക്കില്ല. ഒയ്യോ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കൂല, ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നോക്കൂല, ഒരു തരത്തിലും പുള്ളിക്കാരൻ പ്രകടിപ്പിക്കില്ല. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹം, എന്ത് സ്നേഹമാണെന്ന് കഴിയണില്ല. വേറൊരാള് അവൻ ഈ പ്രകടിപ്പിക്കാൻ അവൻ ചെയ്യണമെന്നറിയോ, എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഓടിയെത്തും മാതാപിതാക്കളുടെ അടുത്ത്, വരുമ്പോൾ വെള്ളം കൊടുക്കും, അതുപോലെ തന്നെ ബഹുമാനിക്കും, സ്നേഹിക്കും, അതുപോലെ തന്നെ ആശുപത്രിയിൽ ചെന്ന് എപ്പോഴും അവനോടൊപ്പം ഉണ്ടാവും. പക്ഷേ ഈ ആത്മാർത്ഥ സ്നേഹം അത് ഇതൊന്നും പറഞ്ഞുകൊണ്ടൊന്നും നടക്കില്ല. ഏത് കാറ്റഗറിയിലുള്ളവനെയാണ് നമ്മൾ കൂടുതൽ അംഗീകരിക്കേണ്ടത്? മൂത്തവനെയാണോ ഇളയവനെയാണോ? ഇളയവൻ പ്രകടിപ്പിക്കുന്നവനെയാണോ? പക്ഷെ റീത്ത മാഡത്തിന് ഭയങ്കര സ്നേഹം ഉള്ളിലാണല്ലോ, പ്രകടിപ്പിക്കില്ലല്ലോ. അതെ, അല്ല, ഉണ്ടോ. പക്ഷെ എന്റെ അപ്പച്ചന് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല, ഭയങ്കര സ്നേഹ. അതെന്നാ എനിക്ക് വല്ലാതെ. നമുക്ക് വേണ്ടത് കൃത്യസമയത്ത് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അയാളുടെ സ്നേഹം നമ്മൾ ഉറപ്പിക്കണം. അതെ, എന്നോട് പള്ളിയിൽ അച്ഛൻ പറഞ്ഞത്, ഞാൻ എന്തെല്ലാം പറഞ്ഞാലും പള്ളിയിൽ താങ്ക്സ് എന്ന് പറയില്ല. അതെനിക്ക് വിഷമമായിട്ട് തോന്നി. എല്ലാം കഴിഞ്ഞു പറയില്ല അത്. അപ്പൊ നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാനുള്ള 5 മാർഗങ്ങളാണ്. 1, നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ ആരെങ്കിലും, അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നർത്ഥം. നിങ്ങളെ സഹായിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടർത്ഥം. മേഡം പറഞ്ഞോണം, നിങ്ങളോട് നന്ദിയുള്ളവനായി ഇരിക്കുന്നുണ്ടോ, പരിഗണിക്കുന്നുണ്ടോ, എങ്കിൽ ഇത്രയും കാര്യങ്ങൾ പ്രകടമാണെങ്കിൽ അതിനർത്ഥം നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് അർത്ഥം, അല്ലേ? ഞാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പരിഗണിക്കുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു. ഇതിൽ എന്നാ വേണ്ടത്? ആ, എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പറഞ്ഞത് ആ